അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. രണ്ടാം ക്ലാസ്സിലെ ലിസാനുൽ ഖുർആനിൻ്റെ മോഡൽ ചോദ്യപേപ്പറും സമ്പൂർണമായ റിവിഷനുമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ മോഡൽ ചോദ്യപേപ്പർ ഫസ്റ്റ് ചോദ്യം, ഇവിടെ ചിത്രങ്ങൾ തന്നിട്ടുണ്ട്. തത്തണ്ട്, വെണ്ടുണ്ട്, നാരങ്ങണ്ട്, പിന്നെ പൂച്ചണ്ട് അല്ലേ. അപ്പോൾ ഓരോന്നിൻ്റെയും വാക്കുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് മാച്ച് ചെയ്യാനാണ്. അപ്പോൾ തത്തക്ക് എന്താ പറയുക? ബ കൊണ്ട് തുടങ്ങുന്ന വാക്കാണ്. ഏതാ? ബബ്ഗാഉൻ. അടുത്തത് വെണ്ടക്ക് എന്താ പറയുക? ബ കൊണ്ട് തുടങ്ങുന്ന വാക്കാണ്. ബാ ആണ് ആദ്യത്തെ അക്ഷരം, അപ്പോൾ ബാമിയ. അടുത്തത് നാരങ്ങക്ക് എന്താണ് പറയുക? ബൂ കൊണ്ടാണ് തുടങ്ങുക, ബുർത്തുഖാലുൻ. അടുത്ത ലാസ്റ്റ് ഹിറത്തുൻ. ഇതാണ് ശരിയായ ഉത്തരം. അടുത്തത് ചോദ്യത്തിൻ്റെ ഉത്തരം എഴുതാനാണ്. ഇവിടെ ചോദ്യം കൊടുത്തിട്ടുണ്ട്. എന്താ ചോദ്യം? ഐനൽ മുഅല്ലിമു. അപ്പം എന്താ ഉത്തരം എഴുതേണ്ടത്? ആദ്യത്തെ പണി എന്ത് ചെയ്യുക? ഈ അൽ മുഅല്ലിമു എന്നുള്ളത് ഇങ്ങോട്ട് കോപ്പി അടിച്ച് എഴുതുക. അതിനുശേഷം ഇവിടുത്തെ അൽ മുഅല്ലിമു എന്നുള്ളത് ആദ്യം കോപ്പി അടിച്ച് എഴുതുക. എന്നിട്ട് പിന്നെ ബാക്കി എഴുതിയാൽ മതി. എന്താ? ഫിസ്സാനി അല്ലെങ്കിൽ ഫിൽ മദ്റസത്തി, അങ്ങനെ എന്ത് എഴുതിയാലും മതി. അടുത്ത ഐനൽ ഹമാമത്തു. അപ്പോൾ അൽ ഹമാമത്തു അലൽ ജിദാരി. ആദ്യം ഹമാമത്ത് കോപ്പി അടിച്ച് എഴുതുക, എന്നിട്ട് പിന്നെ അലൽ ജിദാരി എഴുതുക. അടുത്ത ഐനൽ കഅബത്തു. അപ്പോൾ അൽ കഅബത്ത് ഇങ്ങോട്ട് എഴുതുക, എന്നിട്ട് പിന്നെ ഫീ മക്ക എന്ന് എഴുതുക. അടുത്ത് ഐനൽ ഇബിനു. അൽ ഇബിനു എന്താണ്? അല ദറാജത്തി. അടുത്തത് പേര് പറയാനാണ്. ഇതിൻ്റെ പേര് ഇതെന്താണ്? ആപ്പിൾ. ആപ്പിളിന് എന്താ പറയുക? തുഫാഹത്തുൻ, ദൽവുൻ, സയ്യാറത്തുൻ, ബബായ. ഇവിടെയുണ്ട് ബക്കറത്തുൻ. ഇതെന്താണ്? ദീക്കാണോ ദജാജത്താണോ? എങ്ങനെ മനസ്സിലാവുക? ഇതുണ്ടോ വലിയ പൂവുണ്ടോ? വലിയ പൂവുള്ള കോഴിയാണെങ്കിൽ അത് ദീക്കായിരിക്കും. അത്ര ചെറിയ പൂവാണെങ്കിൽ, ഇത്ര വലിയ പൂവില്ലെങ്കിൽ അത് ദജാജത്തായിരിക്കും. അടുത്തത് എന്താണ്? ഇവിടെ നമ്പർ എഴുതണം, അതുപോലെ തന്നെ അതിൻ്റെ അറബിയിലെ പേര് എഴുതണം. അപ്പോൾ ഇത് എത്ര ഉണ്ട്? 1, 2, 3, 4 ഉണ്ട്. അപ്പോൾ അറബിയിൽ എങ്ങനെ 4 എഴുതുക? അറബിയിൽ 4 എഴുതാൻ പഠിക്കണം നിങ്ങൾ. നമ്മളെ സാധാ അക്കത്തിലെ മലയാളത്തിലെ 3 തിരിച്ചിട്ടതാണ് അല്ലേ. ഇനി അറബിയിൽ 4 എഴുതുന്നില്ലെങ്കിൽ ഇവിടെ നോക്കിക്കോളൂ. മുകളിലെ ചോദ്യത്തിൽ എവിടെയെങ്കിലും 4 ഉണ്ടാവും. ഇവിടെ ഉണ്ടോ? ഇതാണ് അറബിയിലെ 4, ഇതാണ് അറബിയിലെ 3, ഇതാണ് അറബിയിലെ 2, ഇതാണ് അറബിയിലെ 1. അപ്പോൾ അക്കങ്ങൾ അറിയാത്ത കുട്ടികൾ എന്ത് ചെയ്യുക? മുകളിലെ ചോദ്യത്തിൽ എവിടെയെങ്കിലും അല്ലെങ്കിൽ താഴെയുള്ള ചോദ്യത്തിൽ എവിടെയെങ്കിലും എന്തുണ്ടാവും? അക്കങ്ങൾ ഉണ്ടാവും. അപ്പോൾ ഇവിടെ 4 എഴുതിയിട്ട് 4-ന് എന്താ പറയുക? അർബഅത്തുൻ, അതെഴുതണം. ഇവിടെ എത്രയാണ്? 3. അപ്പോൾ 3 എഴുതിയിട്ട് സലാസ. അടുത്തത് ഇതെത്ര ഐഫോൺ ഉണ്ട്? 9. അപ്പോൾ 9-ന് എന്താ പറയുക? 9 എഴുതിയിട്ട് തിസ്അ. അടുത്തത് ഇവിടെ ബ്രാക്കറ്റിൽ ഉത്തരം കൊടുത്തിട്ടുണ്ട്. അല, ഫി, അന, മ, ഹാദ, അന്തി. ഉത്തരം യോജിച്ചത് ചേർക്കാനാണ്. ഒന്നാമത്തെ തിൽക്ക. അപ്പോൾ അല തിൽക്ക പറ്റുമോ? പറ്റൂല. ഫി തിൽക്ക പറ്റുമോ? ഇല്ല. അന പറ്റൂല. മാ തിൽക്ക പറ്റും അല്ലേ. മാ തിൽക്ക പറഞ്ഞാൽ അതെന്താണ്. അടുത്ത ഉസ്താദുൻ. അപ്പം എന്തായിരിക്കും? അന ഉസ്താദുൻ. ബൈത്തി ദറാജത്തുൻ. അപ്പം എന്തായിരിക്കും? ഫി ബൈത്തി ദറാജത്തുൻ. മാഞ്ച. മാഞ്ച, ഹാദ മാഞ്ച. അടുത്ത് യദീ സാഅത്തുൻ. അപ്പം എന്താ? അല യദീ സാഅത്തുൻ. പിന്നെ ബിന്തുൻ. എന്താ? ഹന്തി ബിന്തുൻ. അടുത്തത് എന്താണ്? ഇതിൻ്റെ പേരെഴുതാനാണ്. അയിന സമക്കു. ഇവിടെ സമക്ക് എഴുതിയിൽ ചെറിയ തെറ്റുണ്ട്, എന്നാലും കുഴപ്പമില്ല. അപ്പോൾ മീൻ എവിടെയെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ സമക്കിന് ആദ്യം ഇങ്ങോട്ട് എഴുതുക. അപ്പോൾ അസ്സമക്കു ഫിൽ ഇനായി. അടുത്തത് ഹാദിഹി ഉഖ്തി എന്നാണ് ഉത്തരം. അപ്പം എന്തായിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക? ഈ ഹാദിഹി ഇങ്ങോട്ട് എഴുതുക. ആദ്യം ഈ ഹാദിഹി ഇങ്ങോട്ട് കോപ്പി അടിച്ച് എഴുതുക, എന്നിട്ട് അവിടെ മൻ കൊടുക്കുക. അപ്പം മൻ ഹാദിഹി. അടുത്തത് മാ ഡാഷ് ദാലിക മാഞ്ച. ഉത്തരം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ദാലിക ഇങ്ങോട്ട് കോപ്പി അടിച്ച് എഴുതുക. അപ്പോൾ മാ ദാലിക ദാലിക മാഞ്ച. അടുത്തത് ഡാഷ് ദാലിക. അപ്പോൾ ഉത്തരം ഡാഷ് അഹി. അപ്പോൾ എന്താ വേണ്ടത്? ആദ്യം നിങ്ങൾ ഇത് ചെയ്താൽ മതി. ദാലിക ഇങ്ങോട്ട് എഴുതുക. അപ്പോൾ ദാലിക അഹി എന്നായി. ഉത്തരം റെഡിയായി.
ഇനി ഇവിടെ എന്താ ചോദിക്കേണ്ടത്? ഇവിടെ ആളെ പറ്റി ചോദിക്കണം. അപ്പം മന്ന കൊടുക്കും, മൻ ദാലിക്ക. അടുത്തത് ഇവിടെ എന്താ? മാ ഹാദ. അപ്പം എന്താ വേണ്ടത്? ഹാദ മിർസമുൻ. ഈ ഹാദ ആദ്യം ഇങ്ങോട്ട് കോപ്പി അടിച്ച് എഴുതിയിട്ട് പിന്നെ മിർസമുൻ അതിൻ്റെ പേര് എഴുതുക. ഇവിടെ അങ്ങനെ തന്നെ മാ തിൽക്ക, തിൽക്ക ആദ്യം എഴുതുക, എന്നിട്ട് ബിത്തീഹത്തുൻ എഴുതുക. ഓക്കെ, അപ്പം എന്തായി? മോഡൽ ചോദ്യ പേപ്പറായി. ഇനി നമ്മൾ സമ്പൂർണ്ണമായ റിവിഷൻ നോക്കാൻ പോവാണ്. ഇനി നമ്മൾ അടുത്ത പാഠം അല്ലാഹു റബ്ബി, 8ാമത്തെ പാഠം മുതൽ നോക്കാൻ പോവാണ്. അപ്പോൾ 8ാമത്തെ പാഠം എന്താണ്? അല്ലാഹു റബ്ബി, അള്ളാഹു എൻ്റെ റബ്ബാണ്. ഹാദ ഉസ്താദി, ഇതെൻ്റെ ഉസ്താദാണ്. ഹാദ അഹി, ഇതെൻ്റെ സഹോദരനാണ്. ഹാദിഹി യുഖ്തി, ഇതെൻ്റെ സഹോദരിയാണ്. ദാലിക കിതാബി, അത് എൻ്റെ പുസ്തകമാണ്. തിൽക്ക ഹഖീബത്തി, അതെൻ്റെ ബാഗാണ്. അള്ളാഹു റബ്ബി മുഹമ്മദ് നബി, അള്ളാഹു എൻ്റെ റബ്ബാണ്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എൻ്റെ നബിയാണ്. ഇവിടെ എന്താ പഠിക്കാനുള്ളത്? എൻ്റെ 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 എന്നെങ്ങനെ പറയും അറബിയിൽ? ഇപ്പോൾ എൻ്റെ ഉമ്മ, ഉമ്മക്ക് എന്താ അറബി പറയാം? ഉമ്മ എന്നാ പറയാം. ഇനി എൻ്റെ ഉമ്മ എന്നെങ്ങനെ അറബി പറയാം? ഉമ്മി. അപ്പോൾ ഉമ്മ എന്ന് എഴുതിയിട്ട് അതിലേക്ക് ഒരു യാവ് കൊടുക്കുക, അപ്പോൾ ഉമ്മി എന്നായി. ഇനി ഉസ്താദ് എന്നുള്ളതിന് എന്താ അറബി പറയാം? ഉസ്താദ് തന്നെ. എൻ്റെ ഉസ്താദ് എങ്ങനെ പറയാം? ഉസ്താദീ. ഇനി റബ്ബുൻ എന്ന് പറഞ്ഞാൽ പടച്ചോന്, അപ്പൊ എൻ്റെ പടച്ചോൻ എങ്ങനെ പറയാം? റബ്ബി. കണ്ടോ? റബ്ബി. അങ്ങനെയാണ് എല്ലാം. അപ്പോൾ കിതാബ് എന്ന് പറഞ്ഞാൽ പുസ്തകം, എൻ്റെ പുസ്തകം എന്ന് പറയാൻ കിതാബി. അതാണ് ഈ പാഠം. ഇനി നോക്കുക, ഇവിടെ പരീക്ഷയ്ക്ക് വരാൻ സാധ്യത ഉള്ളത് ഈ 2 ചോദ്യങ്ങളാണ്. അപ്പോൾ ഇവിടെ എങ്ങനെ എഴുതേണ്ടതെന്ന് പഠിക്കങ്ങൾ നോക്കുക. മാ ഹാദ, അപ്പോൾ ഇത് എന്താണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉത്തരം എഴുതുമ്പോൾ ആദ്യം നമ്മൾ നോക്കേണ്ടത് ഇവിടെയുള്ള ഈ മാ ഒഴിവാക്കിയിട്ട് ഹാദ അങ്ങോട്ട് എഴുതുക ആദ്യം. അപ്പോൾ ഹാദ, ഇവിടെ ഉത്തരം തന്നിട്ടുണ്ട്. ഹാദ വെച്ചിട്ട് ഏതാണ് ഉത്തരം ഉള്ളത് നോക്കുക. ഇവിടെ എന്തുണ്ട്? ഹാദ അഹി ഉണ്ട്, ഹാദ കിതാബി ഉണ്ട്. ചിത്രം നോക്കുക, ചിത്രത്തിൽ കിതാബാണ്, അപ്പോൾ ഹാദ കിതാബിയാണ് ഇങ്ങോട്ട് എഴുതേണ്ടത്. അടുത്ത് മാ ഹാദിഹി, അപ്പോൾ ഇവിടെ എന്തായിരിക്കും എഴുതിണ്ടാവുക? ഇതിങ്ങോട്ട് കോപ്പി അടിക്കുക, ഹാദിഹി. ഇനി ഹാദിഹി വെച്ചിട്ട് എന്തൊക്കെ ഉണ്ട് നോക്കുക. ഹാദിഹി ഹഖീബത്തി ഉണ്ട്, ഹാദിഹി ഉഖ്തി ഉണ്ട്. ഇത് ഏതാണ്? ബാഗാണ്, അപ്പോൾ ഹാദിഹി ഹഖീബത്തി, ഇതാണ് ശരി. അടുത്തത് മൻ ഹാദ. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കിയോ? ചോദ്യം ഇവിടെ മാറി. ഇവിടെ മാ എന്നല്ല വന്ന്, മൻ എന്നാ വന്ന് അല്ലേ? മൻ എന്നിപ്പോഴാണ് വരിക? ആളുകളാകുമ്പോഴാണ് മന്ന് വരിക. മനസ്സിലായോ? അപ്പോൾ ഇത് ആരാണെന്ന് അവിടെ ചോദിക്കുന്നത്. ഇത് ഇപ്പോൾ ഇവനെ ചൂണ്ടിയിട്ട് ഇത് ആരാണെന്ന് ചോദിക്കുമ്പോൾ ഇതെന്താണെന്നല്ലല്ലോ ചോദിക്കുക. ഇപ്പം ഞാൻ കയ്യിൽ പെൻസിൽ വെച്ചിട്ട് എന്താ ചോദിക്കുക? ഇതാരാന്ന് ചോദിക്കുമോ? ഇല്ല. എന്ന് ചോദിക്കുക ഇതെന്താന്ന് ചോദിക്കുക അല്ലേ? അതേപോലെ ഇവിടെ ഇത് ആരാണെന്ന് ചോദിക്കുക. അപ്പം ആരാണെന്ന് ചോദിക്കാൻ അറബിയിൽ എന്താ പറയാ? മൻ മൻ മൻ. ആര് ആര് ആര്. മൻ എന്ന് പറഞ്ഞാൽ ആര്. അപ്പം മൻ ഹാദ, ഇത് ആരാണ്. അപ്പോൾ നമ്മൾ പറയും ഇതിൻ്റെ ബ്രദറാണ് എന്ന് പറയും. അപ്പോൾ അത് അറബിയിൽ എങ്ങനെ പറയാം? അപ്പോൾ ഇവിടെ ഹാദയാണല്ലോ, അപ്പോൾ ഹാദ ആദ്യം ഇങ്ങോട്ട് എഴുതണം. അപ്പോൾ ഇവിടെ ഹാദ വരുന്ന വാക്ക് ഏതാ നോക്കുക? ഇത് ഹാദ ആഹി. അപ്പോൾ അതാണ് ഇവിടുത്തെ ഉത്തരം, ഹാദ ആഹി. അടുത്തത് മൻ ഹാദിഹി, ഇത് ആരാണെന്നാണ് ചോദിക്കുന്നത്. ഇവിടെ പെണ്ണാണ്, ഹാദിഹി ആകുമ്പോൾ പെണ്ണാണ്. അപ്പോൾ ഹാദിഹി ഉഖ്തി, ഇതെൻ്റെ സഹോദരിയാണ്. മനസ്സിലായല്ലോ? അപ്പോൾ ഇവിടെ മായും മന്നും പ്രത്യേകം പഠിക്കുക, വാക്കിൻ്റെ അർത്ഥം പഠിക്കുക. ഇനി ഇതും പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ളത് എന്നാണ്. ഹാദ കലമി. അപ്പോൾ എന്താ ചോദ്യം? മാ ഹാദ. അപ്പോൾ തിൽക്ക ഉമ്മി. അപ്പോൾ മാ തിൽക്ക പറ്റുമോ? ഇവിടെ ചോദ്യം ഉണ്ടാക്കാൻ എന്താണ് ട്രിക്ക്? ആദ്യത്തെ ഈ ഹാദ കലമിലെ ആദ്യത്തെ ഹാദ ഇങ്ങോട്ട് ആദ്യം എഴുതുക. അപ്പോൾ ഇവിടെ തിൽക്ക ആദ്യം ഇങ്ങോട്ട് എഴുതുക. കുറച്ച് സ്ഥലം ഇവിടെ ഗ്യാപ്പ് വിടണം. എന്നിട്ട് ഇവിടെ തിൽക്ക എഴുതുക. എന്നിട്ട് തിൽക്ക എഴുതിയതിന് ശേഷം ഇവിടെ എന്ത് ചെയ്യുക? മായോ മന്നോ ചേർക്കണം. ഇവിടെ ഏതാ ചേർക്കേണ്ടത് എങ്ങനെ നോക്കുക? ഇവിടെ ഉമ്മയാണ്, ഒരാളാണ് അല്ലേ? ഒരു സാധനമല്ലല്ലോ. അപ്പോൾ ഒരാളാകുമ്പോൾ എന്താ വേണ്ടി? മൻ, ആര് എന്ന് ചോദിക്കണം. മൻ തിൽക്ക, അത് ആരാണ്. അടുത്ത് ദാലിക മിർസമി. മിർസം എന്ന് പറഞ്ഞാൽ എന്താ? പെൻസില്. അപ്പോൾ അത് എൻ്റെ പെൻസിലാണ്. അപ്പോൾ അത് എന്താണെന്ന് എങ്ങനെ അറബി ചോദിക്കുക? ആദ്യം ദാലിക ഇങ്ങോട്ട് എഴുതുക. എന്നിട്ട് ഇവിടെ എന്ത് കൊടുക്കുക? മാ കൊടുക്കുക. അപ്പോൾ മാ ദാലിക. ഹാദ അഹി, എന്ത് ചെയ്യണം? ഹാദ ഇങ്ങോട്ട് എഴുതുക. എന്നിട്ട് എന്ത് ചെയ്യണം? മൻ ഹാദ എന്ന് ചോദിക്കണം. മൻ ഹാദ. ഇനി നിങ്ങൾക്ക് എന്ത് തന്നു? ഈ ചോദ്യം തന്നു, ഇത് എഴുതാൻ പറഞ്ഞു. ചോദ്യം തന്നിട്ട്
ചോദ്യം ഇത് നിങ്ങൾക്ക് തന്നു, ഇവിടെ തന്നില്ല, ഇവിടെ പൂരിപ്പിക്കാനുണ്ടായി. അപ്പം എന്താ നിങ്ങൾ ചെയ്യേണ്ടത്? ഇവിടുത്തെ ചോദ്യത്തിൻ്റെ അവസാനത്തിലുള്ള വാക്ക് ആദ്യം എഴുതണം, എന്നിട്ട് ഉത്തരം എഴുതണം, പേരെഴുതണം. തിരിച്ചാണെങ്കിലോ, ഉത്തരം തന്നതെങ്കിൽ അതിൻ്റെ ആദ്യത്തെ വാക്ക് ഇവിടെ ലാസ്റ്റ് എഴുതണം. അപ്പോൾ ഇവിടുത്തെ ലാസ്റ്റ് ഇവിടെ ആദ്യം എഴുതുക, ഇവിടുത്തെ ആദ്യം ഇവിടെ ലാസ്റ്റ് എഴുതുക. ഓക്കെ, അത് മനസ്സിലായല്ലോ. അടുത്ത ഇന്ന സ്വലാത്തി വനുസുക്കി വമഹ്യായ വമമാത്തി ലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇതിൽ നമ്മൾ പഠിക്കുന്ന യാ ഉണ്ട് അല്ലേ, ദയാ, അതാണ് അവിടെ പറയുന്നത്. അടുത്ത ഹിന്ദി കലമുൻ വാഹിദിൻ, എൻ്റെ അടുത്തൊരു പേന ഉണ്ട്. ഇതെല്ലാവർക്കും അറിയാം, ഇത് ഞാൻ ക്ലാസ് എടുക്കേണ്ട ആവശ്യമില്ല. വാഹിദ് ഇസ്നാനി സലാസ അർബ എല്ലാവർക്കും അറിയാം അല്ലേ. 10 വരെയുള്ള സംഖ്യ എല്ലാവർക്കും അറിയില്ലേ. അപ്പോൾ ഇവിടെ നിങ്ങൾ പഠിക്കേണ്ടത് ഇത്രയേ ഉള്ളൂ. അതായത് സലാസ ഇതിലാണ് തെറ്റിക്കുക. അർബ, ഹംസ, സിത്ത, സബ്അ, സമാനിയ, തിസ്അ, അശറ. ഈ 1ഉം 2ഉം അല്ലാത്ത ബാക്കി എല്ലാത്തിലും കുട്ടികൾ തെറ്റിക്കും. എവിടെ തെറ്റിക്കുക? അവസാനത്തെ താഴെ എഴുതാൻ വിടും, എഴുതാൻ ഒഴിവാക്കും, അങ്ങനെ മറന്നു പോകും. അപ്പോൾ സലാസ എന്ന് എഴുതുമ്പോൾ സലാ എന്ന് കഴിഞ്ഞിട്ട് സ എഴുതിയിട്ട് പിന്നെ ഒരു സാവ് വേണം. സലാസ മുതൽ എല്ലാം അങ്ങനെ തന്നെ. അർബ നോക്കൂ, ഹംസ നോക്കൂ, സിത്ത നോക്കൂ. പറയുമ്പോൾ എന്താ പറയുള്ളൂ? സിത്ത എന്നേ പറയുള്ളൂ. എഴുതുമ്പോഴോ സിത്തത്തുൻ. പറയുമ്പോൾ സബ്അ, സമാനിയ. കണ്ടോ, സമാനിയ. പക്ഷെ സമാനിയാണോ? അല്ല, സമാനിയത്തുൻ. അപ്പം നിങ്ങൾ പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പ് നിർബന്ധമായി ഇത് എഴുതി നോക്കണം. പിന്നെ നിങ്ങൾ പഠിക്കേണ്ടത് അക്കങ്ങളാണ്. ഇപ്പം നമ്മൾ മലയാളത്തിൽ സ്കൂളിൽ പഠിക്കുന്ന അക്കം 1, 2 ഇങ്ങനെയാണ് അല്ലേ, അല്ലെങ്കിൽ ഇങ്ങനെ. പക്ഷെ അറബിയിലെ 2 ഇങ്ങനെയാണ്, മനസ്സിലായോ? അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? അക്കങ്ങളും കാണാതെ എഴുതി നോക്കണം. 3 രക്ഷിതാക്കൾ എന്ത് ചെയ്യണം? കാണാതെ അക്കങ്ങൾ എഴുതി പഠിപ്പിക്കണം. 3 കണ്ടോ ഇങ്ങനെയാണ്, 4 ഇങ്ങനെ, 5 ഒരു മുട്ട പോലെ, 6 കണ്ടോ 6, 2ൻ്റെ നേരെ ഓപ്പോസിറ്റാണ് 6. അടുത്ത 7 നമ്മൾ ഇംഗ്ലീഷിൽ വി ആണ്. 8 7 നേരെ തിരിച്ചിട്ടതാണ് 8. 9 ഏകദേശം നമ്മളെ മലയാളത്തിൽ 9 പോലെ. 10 1 കഴിഞ്ഞിട്ട് 0 അല്ല, 1 കഴിഞ്ഞിട്ട് പുള്ളിയാണ്, പുള്ളി, അഷറ. ഇനി ഓരോന്നും നിങ്ങൾ എന്ത് ചെയ്യണം? കാണാതെ പഠിക്കണം, എഴുതി നോക്കന്നെ വേണം കേട്ടോ. ഇനി ഈ പാട്ട് പൂരിപ്പിക്കാൻ വരാൻ സാധ്യതയുണ്ട്. ഇവിടെ ഇപ്പോൾ പ്രശ്നമൊന്നുമില്ല, വളരെ എളുപ്പമാണ്. എന്താ? വാഹിദി ഇസ്നാനി സലാസ അർബ ഹംസ സിത്ത സബ സമാനി തിസ്അ അശറ, അത്രേ ഉള്ളൂ. ഇനി ഈ പാഠത്തുനിന്ന് പരീക്ഷയ്ക്ക് വരെ ഇങ്ങനത്തെ ചോദ്യങ്ങളായിരിക്കും. ഇതെന്താ വായിക്കുക? സബ. അപ്പോൾ ഇതിൽ സബ ഏതാണ് നോക്കുക. ഇവിടെ ബക്കറ്റ് 1 ഉള്ളൂ. അപ്പോൾ ഇതിലേതാ? വാഹിദ് 1, ഇതാണ് വാഹിദ് അല്ലേ. അടുത്തത് ഇത് എത്ര ഉണ്ട്? 2 4 5 എണ്ണം. അപ്പം 5-ന് എന്താ പറയുക? ഹംസ അല്ലേ. പിന്നെ ഇത് എത്ര ഉണ്ട്? 2 4 6 7. 7-ന് എന്താ പറയുക? സബ. ബാക്കി എന്താ ഉള്ളത്? തിസ്അ 9. പഠിച്ചില്ലേ? അങ്ങനെയാണ് ഇവിടെ നിങ്ങൾ പറ. എത്ര ഉണ്ട്? 2 4 5 അല്ലേ. അപ്പം 5-ന് എന്താ പറയുക? ഹംസ. ഹംസ എന്നെങ്ങനെ എഴുതാൻ അറിയാലോ, ഇതുപോലെ തന്നെ എഴുതണം ഹംസ. കണ്ടോ? അടുത്തത് ഇവിടെ എത്ര ഉണ്ട്? 3 എണ്ണം. സലാസ എങ്ങനെ എഴുതുക? സലസ എന്ന് എഴുതരുത്, സലാസ ഇങ്ങനെ തന്നെ എഴുതണം. കണ്ടോ? ലാ കഴിഞ്ഞിട്ട് അലിഫ് വേണം. സലാസത്തുൻ. കണ്ടോ? ഇനി ഇത് മാച്ച് ചെയ്യാൻ വരും. ഇതുപോലെ ചോദ്യം എന്തായാലും ഉണ്ടാവും. ചിലപ്പോൾ ഈ ചോദ്യം തന്നെ ആയിരിക്കും, അങ്ങനെയും വരും. ഇസ്നാനി എന്ന് പറഞ്ഞാൽ അത്ര 2. വാഹിദ് ഇസ്നാനി 2. അപ്പോൾ ഇത് മാച്ച് ചെയ്യുക. അടുത്ത തിസ്അ എന്ന് പറഞ്ഞാൽ അത്ര 9. അടുത്ത സലാസ 3. അഷറ 10. ഇവിടെ 10, ഇതാ 10. അർബ പറഞ്ഞാൽ അത്ര 4. വാഹിദ് 1. വെരി വെരി സിമ്പിൾ. ഇലാഹുക്കും ഇലാഹും വാഹിദ്. ഇവിടെ ഏതുള്ളത്? വാഹിദ് ഉണ്ട്. ഇവിടെ സബഅത്ത് ഉണ്ട്, അഷറത്ത് ഉണ്ട്. ഓക്കെ, നമ്മൾ അടുത്ത പാഠത്തിലേക്ക് പോവാണ്. ഇസ്മി ജാസിം, എൻ്റെ പേര് ജാസിമാണ്. ഇസ്മി ജാസിം എന്ന് പറഞ്ഞാൽ എൻ്റെ പേര് ജാസിമാണ്. ഇസ്മി ജാസിമുൻ അന ദാരിസുൻ ഫിസ്സഫി സാനി, ഞാൻ 2ാം ക്ലാസ്സിൽ പഠിക്കുന്നു. അപ്പോൾ ഞാൻ 2ാം ക്ലാസ് പഠിക്കുന്നത് എങ്ങനെ അറബിയിൽ പറയാം? അന ദാരിസുൻ ഫിസ്സഫി സാനി. ഇവിടെ നിങ്ങൾ പഠിക്കേണ്ടത് ഇതാണ്. ഈ സൊഫ് എന്ന് എഴുതണം എങ്ങനെ നോക്കുക. സൊഫ് ഫി എഴുതണം എങ്ങനെ നോക്കുക. ഫിയും സൊഫും മുട്ടിക്കാൻ പാടില്ല, സാനിയും മുട്ടിക്കാൻ പാടില്ല. സാനി എഴുതുമ്പോൾ അലിഫ്ലാമ് വേണം, അസഫ് എഴുതുമ്പോഴും അലിഫ്ലാമ് വേണം. അപ്പം നിങ്ങൾ നിർബന്ധമായി നോട്ട്ബുക്ക് എടുത്തിട്ട് ടെക്സ്റ്റ് ബുക്ക് പൂട്ടി വെച്ചിട്ട് അന ദാരിസും ഫിസ്സഫി സാനി എന്ന് എഴുതി നോക്കുക. എന്നിട്ട് എത്ര തെറ്റുണ്ട് നോക്കുക. എന്നിട്ട് വീണ്ടും പുസ്തകം തുറക്കുക. എന്നിട്ട് തെറ്റ് മനസ്സിലാക്കിയതിന് ശേഷം വീണ്ടും ഒരു പ്രാവശ്യം കാണാതെ എഴുതുക. അപ്പം നിങ്ങൾക്ക് എല്ലാം ശരിയാവും. അടുത്ത് ഹാദാ കലമി, എന്താ അർത്ഥം? ഇതെൻ്റെ പേനയാണ്. ഹാദിഹി ഹക്കീബത്തി, ഇതെൻ്റെ ബാഗാണ്. ഫിൽ ഹക്കീബത്തി കിതാബുൻ, എന്താ അതിൻ്റെ അർത്ഥം? ബാഗിൽ പുസ്തകമുണ്ട്.
ബാഗിൽ പുസ്തകമുണ്ട്. തിൽക്ക ഷജറത്തുൻ അത് മരമാണ്. അല ഷജറത്തി ഖുറാബുൻ എന്തുണ്ട്? മരത്തിന് മേലെ കാക്കയുണ്ട്. ദാലിക ബൈത്തി അതെൻ്റെ വീടാണ്. ഫി ബൈത്തി അഹി വഖ്തി എൻ്റെ വീട്ടിൽ സഹോദരനും സഹോദരിയുണ്ട്. ഈ പാഠത്തിൽ നിന്ന് പരീക്ഷയ്ക്ക് വരെ ഇതായിരിക്കും. ഇസ്മി എന്ന് പറഞ്ഞിട്ട് നിങ്ങളെ പേരെഴുതാൻ. അപ്പം നിങ്ങളെ പേര് അറബിയിൽ എഴുതാൻ നിങ്ങൾ പഠിക്കുക. അടുത്തത് ഡാഷ് ദാരിസും ഫിസഫിസാനി അന ദാരിസുൻ. ഇവിടെ അന എഴുതാനും പരീക്ഷയ്ക്ക് വരും. അതുപോലെ സഫുസാനി പരീക്ഷയ്ക്ക് വരുന്ന സംഗതിയാണ്. അടുത്ത ഫി ഹഖീബത്തി എന്താ വേണ്ടി? കിതാബി എന്നല്ല വേണ്ടി, കിതാബുൻ. അടുത്ത് ഹാദ അഹി വ ഹാദിഹി ഉഖ്തി. ഓക്കെ, അടുത്തത് ഉത്തരം എഴുതാനാണ്. മൻ അന്ത നീ ആരാണ്? അപ്പം നമ്മൾ എന്താ പറയേണ്ടത്? അന്ത എന്നാ പറയേണ്ടത്? അല്ല, അന എന്നാ പറയേണ്ടത്. അന അന എന്നിട്ട് നിങ്ങളെ പേരെഴുതുക. മനസ്സിലായോ? ഇനി അൽ കിതാബു ഫിൽ ഹഖീബത്തി കിതാബ് ബാഗിലാണ് എന്നവിടെ പറയുന്നു. അപ്പോൾ എവിടെയാണ് കിതാബ് എന്ന് ചോദിക്കണം. അപ്പോൾ ഇവിടുത്തെ ചോദ്യത്തിലെ ആദ്യത്തത് ഇവിടെ അവസാനം എഴുതണം, ഇതിവിടെ അവസാനം എഴുതണം. അപ്പം നിങ്ങൾക്ക് ഇവിടുത്തെ എന്താണ് എഴുതാൻ കിട്ടുന്നില്ലെങ്കിൽ ഇവിടെ ഇത് എഴുതിയാൽ തന്നെ നിങ്ങൾക്ക് മാർക്ക് കിട്ടും, കുറച്ച് മാർക്ക് കിട്ടും, പകുതി മാർക്ക് കിട്ടും. ഉത്തരത്തിലെ ആദ്യത്തേത് ചോദ്യത്തിൻ്റെ അവസാനം വരും. ഉത്തരത്തിലെ ആദ്യത്തെ അൽ കിതാബാണ്, അത് ചോദ്യത്തിൻ്റെ അവസാനം വരും. അപ്പോൾ അൽ കിതാബ് ഇങ്ങോട്ട് എഴുതുക. ഇവിടെ എന്ത് കൊടുക്കണം? അയിന. ദാ ഇവിടെ ഉണ്ട് അയിന, കണ്ടോ? ആ അയിന ഇവിടെ കൊടുക്കണം. ഇനി ഐനൽ അബു അൽ ഉമ്മു. അപ്പം എന്താ പറയേണ്ടത്? ഈ ചോദ്യത്തിൻ്റെ അവസാനത്തെ ആദ്യം കൊടുക്കണം. അപ്പോൾ ഇത് രണ്ടും എന്ത് ചെയ്യണം? ഇങ്ങോട്ട് വരണം. അൽ അബു അൽ ഉമ്മു, അൽ അബു അൽ ഉമ്മു ഫിൽ ബൈത്തി. അടുത്തത് അൽ ഖുറാബു അല ഷജറത്തി. ഏതങ്ങോട്ട് പോകേണ്ടത്? ഇതിങ്ങോട്ട് പോകണം, ഇതിവിടെ വരണം. എന്നിട്ട് എന്ത് ചെയ്യണം? ഐനൽ ഖുറാബു, ഖുറാബ് എവിടെ? അടുത്ത ഹംസ. ഹംസ എന്ന് പറഞ്ഞാൽ 5. 5 അക്ക എഴുതാനാണ് പറയുന്നത്. അപ്പോൾ അക്ക എഴുതാൻ പരീക്ഷയ്ക്ക് വരും. മനസ്സിലായോ? 5 ഒരു മുട്ട പോലെ എഴുതണ്ട് അല്ലേ? അതുപോലെ സമാനിയ, സബ, സിത്ത. ഇതൊക്കെ തെറ്റുന്നതാണ്, തെറ്റുന്ന വാക്കുകളാണ്. അപ്പോൾ സിത്ത എഴുതുമ്പോൾ ചില കുട്ടികൾ ഇങ്ങനെ എഴുതും സിത്ത. ഇത് സിത്തയാണോ? അല്ല, ഇത് 2ആണ്, ഇസ്നാനിയാണ്. അതുപോലെ സബയും സമാനിയും എന്താവും? വിയും വി തിരിച്ചിട്ടതുമാണല്ലോ. അപ്പോൾ അത് തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് അതും വരും. അപ്പോൾ ഇത് നിർബന്ധമായും പ്രത്യേകം എന്ത് ചെയ്യുക? നോട്ട് ചെയ്ത് പഠിക്കുക. ഇനി ഇവിടെ വിശാലമായിട്ടാണ്, ആ കാര്യമായിട്ടൊന്നും പറയാനില്ല. അത് നേരത്തെ നമ്മൾ പഠിച്ച വാക്കുകൾ എഴുതാനാണ്. നമ്മൾക്ക് മോഡൽ ചോദ്യപേപ്പർ ഉണ്ട്, അത് നമുക്ക് നോക്കാം. ഇവിടെ മൗസ് കൊടുത്തിട്ടുണ്ട്. ഇതെന്താ വായിക്കുക? മൗസുൻ. മൗസുൻ. ഇവിടെ മൗസ്, ഇതാണ് മൗസ് അല്ലേ? അടുത്ത ദജാജത്തുൻ. ദജാജത്തുൻ എന്നാൽ എന്താ? മുട്ടക്കോഴി. അത് ഏതാണ്? ഇതാണ്. അടുത്ത ബുർത്തുക്കാലുൻ. ബുർത്തുക്കാലുൻ എന്ന് പറഞ്ഞാൽ ഓറഞ്ച്. അടുത്ത ഹമാമത്തുൻ. കണ്ടില്ലേ? അടുത്തത് ഇവിടെ അന്തി, അല, തിൽക്ക, ഹാദി ഉത്തരം കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഇതെന്ത് ചെയ്യാണ്? യോജിച്ച് ചേർക്കാൻ. ഈ ചോദ്യം എന്തായാലും വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്, പരീക്ഷയ്ക്ക് ഉണ്ടാവും, ഉറപ്പാണത്. അപ്പം ഇവിടെ അല ഷജറത്തി ബബുവാൻ കുട്ടികൾ കാണാൻ പഠിച്ചതാണ്. അല ഷജറത്തി ബബു കിട്ടും. അടുത്ത ബക്കറത്ത് എന്താണ്? ഹാദിഹി ബക്കറത്തുൻ, അതും കിട്ടും. അടുത്തത് അന്തി ബിന്തുൻ അല്ലേ? അന്തി ബിന്തുൻ. അടുത്തത് ഹാദിഹി ഹഖീബത്തി, ഇതെൻ്റെ ബാഗാണ്. അടുത്തത് എന്താണ്? പിന്നെ ഇതിൻ്റെ പേരെഴുതാനാണ്. അപ്പോൾ ദർറാജത്ത് എന്ന പേരെഴുതണം. അപ്പോൾ ദർറാജത്ത് എഴുതാൻ നിർബന്ധമായി പഠിക്കണം. അപ്പോൾ നിങ്ങൾ കാണാതെ എഴുതാൻ പഠിക്കേണ്ട വാക്കാണ് ദർറാജത്ത്, ഹഖീബത്ത്, ബിത്തീഹത്ത് എന്നൊക്കെ. അപ്പോൾ ദർറാജത്ത്. പിന്നെ അടുത്തത് സഹറത്തുൻ, പിന്നെ അതേപോലെ ഹഖീബത്തുൻ, ബിത്തീഹത്തുൻ, ഇതൊക്കെ എഴുതാൻ പഠിക്കണം, നിർബന്ധമായും എഴുതാൻ പഠിക്കണം കേട്ടോ. അടുത്തത് ഈ ചോദ്യം പരീക്ഷയ്ക്ക് വരും, വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഇങ്ങനെ ഒരു ചോദ്യം എന്തായാലും ഉണ്ടാവും. മാ ഹാദ. അപ്പോൾ എന്താ നമ്മൾ ഉത്തരം പറയേണ്ടത്? ഇതാണ് ചോദ്യം. ചോദ്യത്തിൻ്റെ അവസാനത്തെ വാക്ക് ഉത്തരത്തിൻ്റെ ആദ്യം എഴുതണം. അപ്പോൾ ഹാദ അങ്ങോട്ട് കോപ്പി അടിച്ച് എഴുതുക. ഹാദ. കിതാബുൻ എന്ന് എഴുതുക, അല്ലെങ്കിൽ കിതാബി, രണ്ട് എഴുതിയാലും ശരിയാണ്. അടുത്ത് മൻ ഹാദിഹി. മൻ ഹാദിഹി. അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ അവസാനത്തെ വാക്ക് ഇങ്ങോട്ട് എഴുതുക. അപ്പോൾ ഹാദിഹി ഉഖ്തി. അപ്പോൾ ഉത്തരം കഴിഞ്ഞു. അടുത്ത് ഐനൽ ഇബിനു. ഐനൽ ഇബിനു. അപ്പോൾ അൽ ഇബിനു ഇങ്ങോട്ട് എഴുതുക. അൽ ഇബിനു അല ദർറാജത്തി, സൈക്കിളിൻ്റെ മുകളിൽ. അപ്പോൾ അൽ ഇബിനു അല ദർറാജത്തി. അടുത്ത് സബഅത്തുൻ. സബഅത്തുൻ ഇതിലേതാ? സബഅത്ത് 2, 4, 6, 7, ഇതാണ് സബഅത്ത് അല്ലേ? അടുത്ത് സലാസ 3, പിന്നെ ഇസ്നാനി 2, സമാനി 8. അടുത്ത് ഹാദിഹി ഹിറത്തുൻ. കണ്ടോ? ഹാദിഹി ഹിറത്തുൻ. അപ്പോൾ ഇത് ഉത്തരാണ്. ചോദ്യം എന്തായിരിക്കും? അപ്പോൾ ഹിറത്ത് ചോദ്യത്തിലെ വാക്ക് ഇങ്ങോട്ട് എഴുതുക. കണ്ടോ? ഇത് ഇങ്ങോട്ട് എഴുതുക, ഹിറത്തുൻ.
അപ്പം മാ ഹാദിഹി എന്താ കൊടുക്കേണ്ടത്? മാ ഹാദിഹി. അടുത്തത് അൽ കലമു ഫിൽ ജൈബി. അപ്പോൾ ഇവിടെ അൽ കലമു ഇങ്ങോട്ട് എഴുതുക, എന്നിട്ട് ഇവിടെ അയിന കൊടുക്കുക, അയിനൽ കലമു. അടുത്തത് ദാലിക ദീക്കുൻ. അപ്പോൾ ദാലിക ഇങ്ങോട്ട് എഴുതുക, ഇവിടെ മാ ദാലിക എന്ന് എഴുതുക. അടുത്ത അൽ കലൻസുവത്തു അല റസി. അപ്പോൾ എന്താ വേണ്ടേ? ഇതിങ്ങോട്ട് എഴുതുക, പിന്നെ അയിന എഴുതുക, അയിനൽ കലൻസുവത്തു. അടുത്ത ഇസ്മീ നിങ്ങളെ പേരെഴുതുക. അതുറുസുഫി കണ്ടോ, സൊഫു സാലിസ് സൊഫു സാനി. അപ്പോൾ സൊഫു സാനി എഴുതാൻ നിർബന്ധമായി പഠിക്കണം, വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഫി ബൈത്തി എൻ്റെ വീട്ടിൽ എന്തുണ്ട്? ദറാജത്തുൻ അല്ലെങ്കിൽ എന്തെങ്കിലും പറ്റും. അടുത്ത് ഹാദിഹി ഹഖീബത്തി അല്ലെങ്കിൽ ഹാദിഹി എന്താ അതുപോലെ ബന്ധപ്പെട്ട എന്താ എഴുതുക. ഇനി നമ്മൾ ഒന്നാം പാഠം മുതൽ റിവിഷൻ ചെയ്യാൻ പോവാണ്. ഒന്നാം പാഠത്തിൽ നമ്മൾ പഠിക്കുന്നത് എന്താണ്? ഒന്നാം പാഠത്തിൽ പഠിക്കുന്നത് അന ദാരിസുൻ അല്ലേ, അനയാണ് അവിടെ പഠിക്കുന്നത്. അന എന്ന് പറഞ്ഞാൽ ഞാൻ. അപ്പോൾ ചിത്രം തന്നാൽ പേര് പറയാൻ കിട്ടണം അവിടെ ഒക്കെ. അപ്പോൾ എന്താ? അന സിഞ്ചാബുൻ, അന മൗസുൻ, അന ദാരിസുൻ, അന ദാരിസത്തുൻ, അന സഹ്റത്തുൻ അല്ലേ, അന അർണബുൻ, അന അനാനാസുൻ, അന ബാസിമുൻ, അന ലുബിനത്തുൻ, അന ദാരിസുൻ, അന ദാരിസത്തുൻ ഒക്കെ. അപ്പോൾ ഈ പാഠം കഴിഞ്ഞു. ഈ പാഠത്തിൽ ഇത്ര പഠിക്കാനുള്ള ചിത്രം നോക്കിയാൽ പേര് പറയാൻ കിട്ടും, അത്രേ നിങ്ങൾക്ക് പറയാൻ കിട്ടണ്ടുള്ളൂ. അതറിയില്ലേ? നമ്മൾ അടുത്ത പാഠത്തിലേക്ക് പോവാം. അടുത്ത പാഠത്തിലേക്ക് നമ്മൾ വന്നാൽ നമ്മൾ പഠിക്കേണ്ടത് എന്താണ്? ഹാദയാണ് പഠിക്കേണ്ടത്. ഹാദ. അപ്പോൾ ഹാദ ഇബിനുൻ, പിന്നെ ഹാദിഹി ബിൻതുൻ, പിന്നെ ഹാദ ദീക്കുൻ, ഹാദിഹി ദജാജത്തുൻ, ഹാദ ബൈത്തുൻ, ഹാദിഹി ബക്കറത്തുൻ. അപ്പോൾ ഇത് നിങ്ങൾക്ക് എന്ത് ചെയ്യും? ഉത്തരം തരും. എന്നിട്ട് നിങ്ങളോട് ഹാദയാണോ ഹാദിഹിയാണോ കൊടുക്കേണ്ടത് എന്ന് പറയും, എഴുതാൻ പറയും. അപ്പോൾ നിങ്ങൾ നോക്കേണ്ടത് എന്താണ്? ഇബിനുൻ ആണാകുമ്പോൾ ഹാദ, പെണ്ണാകുമ്പോൾ ഹാദിഹി. പെണ്ണാണെന്ന് എങ്ങനെ മനസ്സിലാവുക? അവസാനം താഴുണ്ടാവും. ഏത് താഴ്? ഇതുപോലത്തെ താഴ് കണ്ടോ, ഇതുപോലത്തെ താഴുണ്ടാകുമ്പോൾ പെണ്ണായിരിക്കും, അല്ലെങ്കിൽ ഇതുപോലത്തെ താഴ്. ഈ താഴുണ്ടെങ്കിൽ കൂട്ടൂല കേട്ടോ. ഈ താഴുള്ള എല്ലാ സമയത്തും എന്താകൂല? പെണ്ണാകൂല. പിന്നെ ഇവിടെ ബിന്ദു എന്നുള്ള മോളാണ്, അതിൻ്റെ അർത്ഥം മോളാണ്, മോള് എന്നർത്ഥം. അപ്പം മോള് പെണ്ണല്ലേ, അതുകൊണ്ട് ഹാദിഹി കൊടുത്തതാണ്. ഈ താഴ് എല്ലാ സ്ഥലത്തും ഉള്ളിടത്തൊക്കെ എന്താവൂല? ഹാദിഹി കൊടുക്കൂല കേട്ടോ. അതാദ്യം മനസ്സിലാക്കുക. ഏത് താ നോക്കേണ്ടത്? ഈ താഴ് അവസാനം ഉണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് കൊടുത്തോളൂ ഹാദിഹി. ഈ താഴ് ഉണ്ടെങ്കിൽ ധൈര്യമായി കൊടുത്തോളൂ ഹാദിഹി. പഠിച്ചില്ലേ? ഇവിടെ എന്താ ചെയ്യേണ്ടത്? ഇങ്ങനെ പൊത്തി പിടിച്ചാൽ ഇവിടെ എന്താണ് ചിത്രം എന്ന് പറയാൻ കിട്ടണം. ഇനി ഇത് പൊത്തി പിടിച്ചാൽ ഇത് ഇവിടുത്തെ എന്താണ് പറയാൻ കിട്ടും. രണ്ടും നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ നോക്കുക. അപ്പം എന്താ? കോഴി ഇല്ലേ, പിടക്കോഴി, ദജാജത്തുൻ. ഇനി ഇങ്ങനെ ആകുമ്പോഴോ ഹാദിഹി ദജാജത്തുൻ. ഇതോ ദീക്കുൻ, ഹാദ ദീക്കുൻ. ഇങ്ങനെ ആകുമ്പോഴോ പൂവൻകോഴി. ഇങ്ങനെയെല്ലാം നിങ്ങൾക്ക് പറയാൻ കിട്ടും. അങ്ങനെ പഠിക്കണം നിങ്ങൾ, രക്ഷിതാക്കൾ അങ്ങനെ നോക്കണം. ഇവിടെ നോക്കുക, ഹാദ ഹാദിഹി നിങ്ങൾ മാച്ച് ചെയ്താട്ടെ. ഹാദയാണോ ഹാദിഹിയാണോ? ഹാദ ബാബുൻ, ഹാദിഹി ഷജറത്തുൻ. എന്താ കാരണം? അവസാനം താ ഉണ്ട്. ഹാദ കുർസിയുൻ, ഹാദിഹി സയ്യാറത്തുൻ. കണ്ടോ? അപ്പോൾ താ ഉണ്ടെങ്കിൽ ഹാദിഹി, താ ഇല്ലെങ്കിൽ ഹാദ. താ ഉണ്ടെങ്കിൽ ഹാദിഹി, താ ഇല്ലെങ്കിൽ ഹാദ. പഠിച്ചില്ലേ? അപ്പോൾ ഹാദിഹി ബക്കറത്തുൻ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? വാക്കുകൾ എഴുതാൻ പഠിക്കണം നിർബന്ധമായിട്ടും. മനസ്സിലായില്ലേ? അപ്പോൾ ഇവിടെ സിഞ്ചാബിൻ്റെ പേര് എഴുതാൻ പഠിക്കണം. സിഞ്ചാബ് കണ്ടോ, സിഞ്ചാബിൻ്റെ പേര്. പിന്നെ എഴുതാൻ ബുദ്ധിമുട്ടുള്ള വാക്കുകൾ നിർബന്ധമായി നിങ്ങൾ എഴുതി തന്നെ പഠിക്കണം കേട്ടോ. അടുത്ത പാഠം അന്ത ഇബിനുൻ അല്ലേ, അന്ത ഇബിനുൻ. ഇവിടെ എന്താ പഠിക്കേണ്ടത്? ഇവിടെ അന്ത അന്തി. ആണാണെങ്കിൽ അന്ത, പെണ്ണാണെങ്കിൽ അന്തി. നോക്കുക, ഇവിടെ ഒരു രണ്ടാളെ പേര് നമ്മളെ മാത്രമേ പഠിക്കുന്നുള്ളൂ. ഒന്ന് ഇബിന്, ഒന്ന് ബിന്ത്. രണ്ടാൾ മാത്രമേ ഉള്ളൂ ഇവിടെ. ഇബിന് എന്ന് പറഞ്ഞാൽ മോന്, ബിന്ത് പറഞ്ഞാൽ മോള്. അപ്പോൾ മോളാണെങ്കിൽ അന്ത്യ കൊടുക്കേണ്ടത്. അപ്പം നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് എങ്ങനെ വരിക? പരീക്ഷയ്ക്ക് ഇത് തരൂല, ഈ അന്ത തരൂല, ഇത് മാത്രം തരും. അപ്പം നിങ്ങളിവിടെ ബിന്താണെങ്കിൽ അന്തി കൊടുത്തോളൂ. ഇവിടെ ബിന്തല്ല, ഇബിനാണ്, അപ്പം അന്തേ കൊടുക്കേണ്ടത്. അന ബിന്തു എന്ന് പറയാം, അന ഇബിന് രണ്ടും പറയാം. അടുത്തത് ഇവിടെ കണ്ട അന ഇബിനുൻ, ഇവിടെ അന ബിന്തുൻ, അന്തി ബിന്തുൻ. അപ്പോൾ ഇവിടെ ബിന്തുൻ എന്നുള്ളതാണ്. അപ്പം അന്ത്യ കൊടുക്കേണ്ടത്. കാരണം എന്താ? പെണ്ണാണ്. പെണ്ണാണെന്ന് എങ്ങനെ മനസ്സിലായി? അർത്ഥം അറിയാം. ബിന്തു പറഞ്ഞാൽ മോളാണ്. അടുത്ത അന ഉസ്താദുൻ, അന്ത ഇബിനുൻ, അന്തി ബിന്തുൻ. കണ്ടോ? അടുത്ത ഈ പാട്ടാണ്. ഈ പാട്ട് പരീക്ഷയ്ക്ക് നേരത്തെ വന്നതല്ലേ? വന്നിനാ? ഇല്ലല്ലേ? ഹാദാ ഇബിനി ഹാദിഹി ബിന്തി, ഹാദാ ജദ്ദി ഹാദിഹി ഉമ്മി, അന്ത അബതി അന്തി ഉമ്മി, അന്ത നൂരി അന്തി സിരി. അപ്പോൾ അതെന്ത് ചെയ്യുക? നിങ്ങൾ നന്നായി പഠിക്കുക കേട്ടോ. അടുത്തത്
എന്താണ് ഇവിടെ അന്ത ഇബിനുൻ എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ ബിന്താണ്. അപ്പം എന്താ കൊടുക്കുക? അന്ത്യ കൊടുക്കുക, പെണ്ണാണ്. അടുത്ത് അപ്പോൾ ഇവിടെ എന്താ? ഉസ്താദുൻ, അന ഉസ്താദുൻ. ദാരിസത്തുൻ, ഇവിടെ ദാരിസത്താണ്. അപ്പോൾ അന്തി ദാരിസത്തുൻ, കാരണം അവസാനം താഴുണ്ട്. നമ്മൾ അടുത്ത പാഠത്തിലേക്ക് പോവാണ്. മാഹാദ. ഇവിടെ നിങ്ങൾ നിർബന്ധമായി പഠിക്കേണ്ട രണ്ട് കാര്യമുണ്ട്. ഇത് പരീക്ഷയ്ക്ക് വരും എന്നുള്ള കാര്യം ഉറപ്പാണ്. അതായത് മായും മന്നും. പിന്നെ കുട്ടികൾ തെറ്റിക്കുന്ന ഒരു കാര്യമാണ്, ഈ ചിത്രം തരും, എന്നിട്ട് മാഹാദ എന്ന് ചോദ്യം വരും. അപ്പോൾ കുട്ടികൾ എന്ത് ചെയ്തും? മാഞ്ച എന്ന് മാത്രം ഉത്തരം എഴുതും. എന്നാൽ ഉത്തരം തെറ്റി. എന്ത് എഴുതണം? ഹാദ മാഞ്ച എന്ന് എഴുതണം. അപ്പോൾ ഇവിടെ ചോദ്യത്തിലുള്ള ഹാദ അങ്ങോട്ട് കോപ്പി അടിക്കണം ആദ്യം, ഹാദ, എന്നിട്ട് പിന്നെ മാഞ്ച എന്ന് എഴുതണം. മനസ്സിലായോ? അപ്പോൾ മാ ഹാദിഹി ഹിറത്തുൻ. കണ്ടോ? അടുത്ത് മൻ ഹാദ ബാസിമുൻ. മൻ ഹാദിഹി ലുബനത്തുൻ. ഇവിടെ നിങ്ങൾ നോക്കുക, ഇവിടെ മാന്നാ കൊടുത്ത്, ഇവിടെ മന്നാണ്. എന്താ മന്ന് വരാൻ കാരണം? ഇവിടെ ആളാണ് അല്ലേ? ഇവിടെ മനുഷ്യന്മാരെ പറ്റിയാണ് പറയുന്നത്. മനുഷ്യന്മാരാകുമ്പോൾ മന്നാണ് പറയാം. മനുഷ്യന്മാരല്ല മൃഗങ്ങളോ അല്ലെങ്കിൽ വേറെന്തേ മാങ്ങ ബാഗ് പോലത്തതാണെങ്കിൽ എന്തായിരിക്കും? മായാണ് പറയാം. അപ്പം ചിത്രം നോക്കണം, എന്നിട്ട് നിങ്ങൾ പറയണം മന്നാണോ മായാണോ. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഹാദ ബാസിം എന്നാണ്. അപ്പോൾ ഇവിടുത്തെ നിങ്ങൾക്ക് പറയാൻ കിട്ടണം. അപ്പോൾ എന്താ പറയുക? ഈ ഹാദ അങ്ങോട്ട് കോപ്പി അടിച്ച് ഇവിടെ എഴുതുക, എന്നിട്ട് മന്ന് കൊടുക്കുക. അടുത്ത് ഹാദിഹി ബിലത്തുൻ മൻ ഹാദിഹി. ഇനി ഇത് തന്നാൽ ഇങ്ങോട്ട് എഴുതണം. അപ്പം മൻ ഹാദ ഇങ്ങോട്ട് ആദ്യം ഹാദ കോപ്പി അടിച്ച് എഴുതുക, ഹാദ ബാസിമുൻ. മൻ ഹാദിഹി ലുബനത്തുൻ. കണ്ടോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇതൊന്ന് പറഞ്ഞാട്ടെ. ഹാദ കലമുൻ. അപ്പം എന്താ ചോദിക്കുക? മാ ഹാദിഹി സഹറത്തുൻ. അപ്പം എന്താ ചോദിക്കണ്ടേ? മാ ഹാദിഹി. ഇവിടെ എന്താ മന്ന് കൊടുക്കാത്തത്? ഇതെന്താണ്? മനുഷ്യന്മാരല്ലാത്തതുകൊണ്ട്. ഇവിടെ കണ്ടോ? ഹാദ ആഹി. അപ്പം എന്താ കൊടുക്കണ്ടേ? മൻ ഹാദിഹി ഉഖ്തി മൻ ഹാദിഹി. നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് നേരെ ചിലപ്പോൾ തിരിച്ചാ വരിക. അപ്പം ഈ കുട്ടിൻ്റെ ഫോട്ടോ ഇതും തരും, മൻ ഹാദ. അപ്പം നിങ്ങൾ എന്താ എഴുതേണ്ടത്? ഇതാ എഴുതേണ്ടത്. അപ്പം അതെങ്ങനെ എഴുതും? ആദ്യം ഇത് കോപ്പി അടിച്ച് എഴുതുക, എന്നിട്ട് പിന്നെ ഇതിൻ്റെ സഹോദരനാണെന്നുള്ളതിന് അഹി, സഹോദരിയാണ് ഉഖ്തി. കണ്ടോ? ഇവിടെ കണ്ടോ? മാ ഹാദ. അപ്പം എന്താ പറഞ്ഞത്? ഹാദ കിതാബുൻ. അപ്പോൾ ഇതെന്താ ചോദിക്കുക? മാ ഹാദിഹി. അപ്പോൾ ഹാദിഹി ഹിറത്തുൻ. പിന്നെ മൻ ഹാദ ഇബ്നുൻ. മൻ ഹാദിഹി ബിന്തുൻ. ഇത് നിർബന്ധമായി നിങ്ങൾ എഴുതാനും കാണാതെയും പഠിക്കുക കേട്ടോ. അപ്പോൾ ഹാദ മനസ്സിലായല്ലോ, ഹാദിഹി മനസ്സിലായി. ഇനി ദാലിക്ക തിൽക്ക, ഇതാണ് നമുക്ക് ജോഡിയായിട്ട് പഠിക്കാനുള്ളത്. ഏതൊക്കെ? ഹാദിഹി ദാലിക്ക തിൽക്ക. ഹാദ എന്ന് പറഞ്ഞാൽ ഇത് എന്നർത്ഥം. അപ്പോൾ ദാലിക്ക പറഞ്ഞാലോ അത് എന്നർത്ഥം. അത് ചില ഉമ്മമാർക്കും സംശയമുണ്ട്. അതായത് ഈ ഹാദ എന്ന് പറഞ്ഞാലും ഹാദിഹി പറഞ്ഞാലും അർത്ഥം ഒന്ന് തന്നെയാണോ? ഒന്നാണ്. മനസ്സിലായോ? ഹാദ എന്ന് പറഞ്ഞാലും ഹാദിഹി എന്ന് പറഞ്ഞാലും അർത്ഥം ഒന്ന് തന്നെ. എന്താണ് അർത്ഥം? ഇത് എന്ന് അതിൻ്റെ അർത്ഥം. ഹാദ പറഞ്ഞാൽ ഇത്. അപ്പൊ പിന്നെ എന്തിനാ ഓരോരുത്തർ ഹാദ ഓരോരുത്തർ ഹാദിഹി? രണ്ടോടത്ത് ഹാദ പറഞ്ഞ പോലെ പറ്റൂല. കാരണം എന്താ? ഒന്ന് ആണാണെന്ന് അറിയാനാണ് ഹാദ പറയുന്നത്. പെണ്ണാവുമ്പോഴാണ് എന്ത് പറയുക? ഹാദിഹി എന്ന് പറയുക. അപ്പോൾ ആണും പെണ്ണും എങ്ങനെ മനസ്സിലാവുക? അപ്പോൾ അവസാനം താഴുണ്ടോ നോക്കിയിട്ട് മനസ്സിലാക്കാം, അല്ലെങ്കിലോ അർത്ഥം നോക്കിയിട്ട് മനസ്സിലാക്കാം. അപ്പോൾ ഇവിടെ ഹാദ, അപ്പോൾ ഹാദ. ഇവിടെ ഹാദിഹി. മനസ്സിലായില്ലേ? ഹാദിഹി രണ്ടിൻ്റെ അർത്ഥം ഒന്ന് തന്നെയാണ്. ഇനി ദാലിക്ക തിൽക്ക, ഇനി അതാ നമുക്ക് പഠിക്കാനുള്ളത്. ദാലിക്ക തിൽക്ക, അതിൻ്റെയും രണ്ടിൻ്റെയും അർത്ഥം ഒന്ന് തന്നെയാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. ദാലിക്ക എന്ന് പറഞ്ഞാലും അത് എന്നർത്ഥം, തിൽക്ക എന്ന് പറഞ്ഞാലും അത് എന്നാണ്. പക്ഷേ ഹാദിൻ ദാലിക്ക് വരെ അർത്ഥമല്ല. അതെന്താ വ്യത്യാസം? ഹാദ എന്ന് പറഞ്ഞാൽ ഇതാണ്, ദാലിക്ക പറഞ്ഞാൽ അതാണ്, അത്. അപ്പൊ ദാലിക്ക തിൽക്ക രണ്ടു വരെ അർത്ഥം കേട്ടോ. ദാലിക്ക ആണിനും തിൽക്ക പെണ്ണിനും. ആണാണെങ്കിൽ ദാലിക്ക, പെണ്ണാണെങ്കിൽ തിൽക്ക. അപ്പോൾ ദാലിക്ക ബുർത്തുക്കാലുൻ, ഇത് ആണാണ്. ഇപ്പൊ ഈ കുട്ടിനെ നോക്കിയിട്ടല്ല നമ്മൾ പറയാം ആണാണോ പെണ്ണാണോ, ഇതിനെ പറ്റിയാ പറയണത്. അപ്പൊ ഇതിൽ അവസാനം താവുണ്ടെങ്കിൽ അവിടെ തിൽക്ക കൊടുക്കുള്ളൂ. താവുണ്ടോ? ഇല്ല. അപ്പൊ ദാലിക്ക. അടുത്തത് തിൽക്ക തുഫാഹത്തുൻ. കണ്ടോ? ഇവിടെ അവസാനം എന്തുണ്ട്? താവുണ്ട്. അപ്പൊ തിൽക്ക തുഫാഹത്തുൻ. അടുത്തത് ബാമിയ പറഞ്ഞാൽ വെണ്ട. അപ്പൊ ദാലിക്ക ബാമിയ. അടുത്തത് തിൽക്ക ബിത്തീഹത്തുൻ. ഇവിടെ നിങ്ങൾ എഴുതാൻ പഠിക്കേണ്ട 2-3 വാക്ക്, ഒന്ന് ഇത്. കണ്ടോ? ഇത് നന്നായി എഴുതാൻ പഠിക്കുക കേട്ടോ. നന്നായി എഴുതാൻ പഠിക്കുക. ദാലിക്കും തിൽക്കും ചേർക്കേണ്ടത് എങ്ങനെ പഠിക്കുക. ഇനി നോക്കുക, ഇവിടെ നോക്കുക. അപ്പം നിങ്ങൾ പറ മാ ദാലിക്ക. അപ്പം എന്താ ഉത്തരം? ദാലിക്ക ദീക്കുൻ. അപ്പം മാ തിൽക്ക. അപ്പം എന്താ? ആദ്യം ഇതിങ്ങോട്ട് കോപ്പി അടിക്കുക, തിൽക്ക കോപ്പി അടിക്കുക, എന്നിട്ട് ഇതിൻ്റെ പേര് എഴുതുക. ഇതിൻ്റെ പേരെന്താ? ദജാജത്തുൻ. അപ്പം ദജാജത്ത് നിങ്ങൾ നിർബന്ധമായും എഴുതാൻ പഠിക്കണം. അടുത്തത് മൻ ദാലിക്ക. അപ്പം എന്താ വേണ്ടത്? ദാലിക്ക ഇബിനുൻ. മൻ തിൽക്ക ബിന്തുൻ.
അടുത്ത് നസ്അലു കമാഫിൽ മിസാലി ചോദ്യം ഉണ്ടാക്കാനാണ്. മൻ തിൽക്ക, അപ്പോൾ ഇതെന്താ ചോദിക്കുക? മൻ ദാലിക്ക. അടുത്തത് മാ ദാലിക്ക മാ തിൽക്ക, അല്ലേ? മാ ദാലിക്ക മാ തിൽക്ക, അങ്ങനെ വരിക. അത് പഠിച്ചല്ലോ. അപ്പോൾ ഇതൊക്കെ നിർബന്ധം ഓരോ പാഠത്തിൻ്റെയും അവസാനമുള്ള ചോദ്യോത്തരങ്ങൾ നന്നായി പഠിക്കുക. അവിടുന്ന് ചോദ്യങ്ങൾ വരും. ഇനി ഈ ചോദ്യം നിർബന്ധമായുണ്ട്, പരീക്ഷയ്ക്ക് ഒരു സംശയം ഉണ്ടാവില്ല, ഈ ചോദ്യം ഉണ്ടാകും. ഫീയും അലയും ചേർക്കാൻ. അതായത് നിങ്ങൾക്ക് ചിത്രം തന്നിട്ട് അവിടെ ഫീ ആണോ അലയാണോ ചേർക്കാൻ എന്തായാലും ഉണ്ടാകും. അപ്പോൾ ഫിസ് അല്ലത്തി മാഞ്ച, ഫിസ് അല്ലത്തി മാഞ്ച പറഞ്ഞാൽ കൊട്ടയിൽ മാങ്ങയാണ്. അല ഷജറത്തി ബബുഗാവുൻ, തത്ത മരത്തിൻ്റെ മുകളിലാണ്, അല്ലേ? ഫിൽ ജൈബി കലമുൻ, പേനയിൽ അല്ല കീശയിൽ പേനയുണ്ട്. അല ത്വാവിലത്ത് ബിത്തീഹത്തുൻ, മേശൻ്റെ മുകളിൽ ബത്തയുണ്ട്, ബത്തക്ക. അടുത്ത ഫി സയ്യാറത്തി സവ്വാക്കുൻ, കാറിൽ എന്തുണ്ട്? ഡ്രൈവർ ഉണ്ട്. സവ്വാക്ക് എഴുതാൻ പഠിക്കുക, സവ്വാക്ക്. സയ്യാറത്ത് എഴുതാൻ പഠിക്കുക. അല റസി കലൻസുവത്തുൻ, തലയുടെ മുകളിൽ തൊപ്പിയുണ്ട്. ഇവിടെ ഫീയും അലയെ പഠിക്കണം. ഫീ പറഞ്ഞാൽ ഇൽ എന്നർത്ഥം, ഇൽ. അല പറഞ്ഞാൽ മേലെ. അപ്പോൾ അല ഷജറത്തി പറഞ്ഞാൽ മരത്തിൻ്റെ മേലെ. അല ത്വാവിലത്തി പറഞ്ഞാൽ മേശൻ്റെ മേലെ. അല റസി പറഞ്ഞാൽ തലൻ്റെ മേലെ, മേൽ. അടുത്ത ഫിൽ ജൈബി പറഞ്ഞാൽ കീശയിൽ. ഫി സല്ലത്തി കൊട്ടയിൽ. ഫി സയ്യാറത്തി എന്താണ്? കാറിൽ. അപ്പോൾ പുസ്തകത്തിൽ എങ്ങനെ പറയാം? ഫിൽ കിതാബി. പുസ്തകത്തിന്റെ മേലെ നിന്ന് എങ്ങനെ പറയാം? അലൽ കിതാബി. പഠിച്ചില്ലേ? ഇനി നോക്കാം. ഫീ ബൈത്തി ദർറാജത്തുൻ, എഴുതാൻ പഠിക്കേണ്ട വാക്കാണിത്. ഫീ ബൈത്തി ദർറാജത്തുൻ. ഫിൽ മദ്രസത്തി അസ്ദിഖാഉ, എന്താ അതിൻ്റെ അർത്ഥം? മദ്രസയിൽ കൂട്ടുകാരുണ്ട്. ഫീ യദി സാഅത്ത്, അലാ യദി സാഅത്തുൻ, ഇത് പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുണ്ട്. എന്താണ്? കയ്യിൻ്റെ മേലെ വാച്ചുണ്ട്. അല റസി കലൻസ്, അല റസി കലൻസ്വത്തുൻ, എൻ്റെ തലയിലെ മേലെ തൊപ്പിയുണ്ട്. ഇനി നോക്കുക. ഡാഷ് സല്ലത്തി മൗസുൻ, അപ്പോൾ എന്താ വേണ്ടത്? ഫീ ആണോ അലയാണോ? ഫീ ആണ്, കൊട്ടയിലാണ്, അല്ലേ? അപ്പോൾ ഫീ. അടുത്തത് ബബായ, ടേബിളിൻ്റെ മുകളിലാണോ ടേബിളിൻ്റെ ഉള്ളിലാണോ? മേലെയാണ്, അപ്പോൾ അല. അല ത്വാവിലത്തി ബബായ. പുസ്തകം ബാഗിൻ്റെ ഉള്ളിലാണോ പുറത്താണോ? ബാഗിൻ്റെ മേലെയാണോ? ബാഗിൻ്റെ ഉള്ളിലാണ്, അപ്പോൾ ഫിൽ ഹക്കീബത്തി കിതാബ്. ഉള്ളിലാണെങ്കിൽ ഫീ, പുറത്താണെങ്കിൽ അല. ഇതെവിടെയാണ്? മരത്തിൻ്റെ ഉള്ളിലാണോ? അല്ല, മരത്തിൻ്റെ പുറത്താണ്, അപ്പോൾ അല ഷജറത്തി. ഉള്ളിലാണെങ്കിൽ ഫീ, പുറത്താണെങ്കിൽ അല. ഉള്ളിലാണെങ്കിൽ ഫീ, പുറത്താണെങ്കിൽ അല. അപ്പോൾ അത് പഠിച്ചു. ഇനി നമ്മൾ ഏഴാമത്തെ പാഠം എന്താ? ഐനൽ ഹമാമത്തു. ഈ പാഠത്തിൽ നമുക്ക് പഠിക്കാനുള്ള എന്താണ്? ഐന ഐന ഐന. ഐന എന്ന് പറഞ്ഞാൽ എവിടെ എവിടെ എവിടെ. ഐന സൂമു, ഉള്ളി എവിടെ. അപ്പോൾ എന്താ ഉത്തരം എഴുതണ്ടേ? ഈ സൂം ഇങ്ങോട്ട് കോപ്പി അടിക്കുക ആദ്യം. അസൂമു ഫിൽ ഇനായി. ഇനി പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് അസൂമു ഫിൽ ഇനായി തന്നു, ഇത് എഴുതാൻ പറഞ്ഞു. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ആദ്യത്തെ അസൂമു എന്ത് ചെയ്യുക? ഇവിടെ എഴുതുക, എന്നിട്ട് ഐന കൊടുക്കുക. കണ്ടോ? അസൂമു ലാസ്റ്റ് എഴുതുക, എന്നിട്ട് ഐന കൊടുക്കുക. ഇവിടുത്തതിൻ്റെ ആദ്യത്തേത് ഇവിടെ അവസാനം എഴുതുക, ഇവിടുത്തെ അവസാനം ഇവിടെ ആദ്യം എഴുതുക. ട്രിക്ക് മനസ്സിലായില്ലേ? എന്നിട്ട് ഐന കൊടുക്കുക, ഐന സൂമു. അപ്പോൾ ഐനൽ ഹമാമത്തു അൽ ഹമാമത്തു അൽ ജിദാരി. ഇനി ഐന ദർറാജത്തു, എഴുതാൻ പഠിക്കേണ്ട വാക്കാണ് ഹമാമത്ത്, ദർറാജത്ത്, ഹമാമത്ത്. പിന്നെ ഇനാ, കണ്ടോ? ഇനാ എഴുതാൻ പഠിക്കേണ്ട വാക്കാണ്, എഴുതി പഠിക്കന്നെ വേണം. പിന്നെ ജിദാറ് എഴുതാൻ പഠിക്കണം. പിന്നെ ഷാരി, ദർറാജത്ത്. പിന്നെ ഐനൽ ലിബിനു അൽ ലിബിനു അല ദർറാജത്തി, എഴുതാൻ പഠിക്കേണ്ട വാക്കാണ് കേട്ടോ. അടുത്തത് ഇത് നമുക്ക് അരക്കൊല്ല പരീക്ഷക്കൊക്കെ വന്ന ചോദ്യമാണ്. എന്താണ്? അൽ ലിബിനു അല ദർറാജത്തി. അപ്പോൾ എന്താ ചോദിക്കുക? ഐനൽ ലിബിനു. അസ്സമക്കു ഫിൽ മായി ഐന സമക്കു. അൽ ഹഖീബത്തു അല ത്വാവിലത്തി ഐനൽ ഹഖീബത്തു. അൽ മാഉ ഫിദ്ദൽവി ഐനൽ മാഉ. അങ്ങനെ. ഐനൽ ഉമ്മു, എന്താ? അൽ ഉമ്മു ഫിൽ ബൈത്തി. പിന്നെ ഐനൽ മുഅല്ലിമു അൽ മുഅല്ലിമു ഫി സഫി സാനി. ഐനൽ കഅബത്തു അൽ കഅബത്തു ഫി മക്ക. മക്ക എങ്ങനെ എഴുതാൻ പഠിക്കുക? മക്ക, കണ്ട താ. അടുത്ത് ഐന സമക്കു അസ്സമക്കു ഫിൽ മായി. ഇനി ഇവിടെ രണ്ടും വന്നിട്ടുണ്ട്. ഇങ്ങനെ എഴുതാനും പരീക്ഷയ്ക്ക് വരാൻ സാധ്യത വളരെ വളരെ കൂടുതലാണ്. കാരണം കൊല്ലപ്പരീക്ഷയാണല്ലോ, എല്ലാം പഠിച്ചു കഴിഞ്ഞല്ലോ. അപ്പോൾ ഇവിടെ എന്താ ചോദിക്കേണ്ടത്? പേനയാണ് ഇവിടെ ചോദിക്കണം, അല്ലേ? പേന പുസ്തകത്തിൻ്റെ മേലെയാണ്. പേന എവിടെയെന്ന് ചോദിക്കണം. അതിന് ചോദിക്കുക, പേനൻ്റെ പേര് ആദ്യം ഇവിടെ എഴുതി കൊടുക്കുക, കലം. എന്നിട്ട് ഇവിടെ ഐന എന്ന് കൊടുക്കുക, അപ്പോൾ ഐനൽ കലമു. എന്നിട്ട് ഇവിടെ ഇതിൻ്റെ ലാസ്റ്റ് ഇവിടെ ആദ്യം എഴുതി, അപ്പോൾ കലം ഇങ്ങോട്ട് എഴുതി, അൽ കലമു അല ത്വാവിലത്തി. അടുത്തത് പിന്നെ ഐന ഐന ഐനൽ ഐനൽ ബിത്തീഹത്തു, അല്ലെങ്കിൽ ഐന ബിത്തീഹത്തുൻ. അപ്പോൾ എന്താ പറയണ്ടേ? അൽ ബിത്തീഹത്തു ഫിസ്സല്ലത്തി. അടുത്തത് ഐന മാഞ്ച, അപ്പോൾ മാഞ്ച അല അല ഷജറത്തി. പഠിച്ചില്ലേ? അപ്പോൾ നമ്മൾ ഇതുവരെയുള്ള ഈ പുസ്തകത്തിലെ എല്ലാ പാഠങ്ങളും റിവിഷൻ ചെയ്തു കഴിഞ്ഞു. എല്ലാവർക്കും അല്ലാഹു നല്ല വിജയം നൽകട്ടെ. അസ്സലാമു അലൈക്കും.